നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 225-ാമത്തെ എപ്പിസോഡാണ്. 225-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പം ഒരു സഹോദരിയെ എങ്ങനെ വേണം ഒരു സഹോദരൻ പെരുമാറേണ്ടത്, സഹോദരിയോട് എങ്ങനെയാണ് ഒരു സഹോദരൻ പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ഒരു മൂത്ത സഹോദരൻ്റെ അവിടെ ആദ്യം പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഒരു മൂത്ത സഹോദരനുള്ള കർത്തവ്യങ്ങൾ, അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായിട്ടും ഭഗവത്ഗീതയിലൊക്കെ എന്താ പറയുന്നതെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ടൈറ്റിൽ ഇതാണ്: ദ ഡ്യൂട്ടീസ് ഓഫ് എ ബ്രദർ ടു ഹിസ് സിസ്റ്റർ എന്നാണ്. അതാണ് എൻ്റെ ടൈറ്റിൽ. ഇനി ഈ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതായത് മനഃശാസ്ത്രത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഒരു മൂത്ത സഹോദരൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സഹോദരിയെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ആ മൂത്ത സഹോദരൻ കരുതണമെന്നാണ്. ഒരു സഹോദരിയെ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരന് എപ്പോഴും ഒരു തോന്നലുണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഭാഗ്യമാണ് ഈ അനിയത്തിമാരെ കിട്ടുന്നതെന്നുള്ള, അല്ലെങ്കിൽ സഹോദരിമാരെ കിട്ടുന്നതെന്നുള്ളത് ആണ് ആദ്യത്തെ കാര്യം. പിന്നെ ആ സ്നേഹത്തിന് അതിരുകളില്ല, അതാണ് കാരണം. ആ സ്നേഹത്തിന് ഒരു അതിരുകളില്ലാത്തതാണ്, അതിരുകളില്ലാത്ത സ്നേഹമാണ് ആങ്ങളെയും പെങ്ങളും തമ്മിൽ, അതായത് സഹോദരനും സഹോദരിയും തമ്മിൽ. പിന്നെ രണ്ടാമത് പറയുന്നത്, സഹോദരിമാർക്കൊരു മാതൃകയായിട്ട് വേണം ഈ സഹോദരൻ ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു മാതൃകയായിരിക്കണം. കാരണം സഹോദരിക്ക് അച്ഛൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് ഇരിക്കേണ്ടത് ഒരു മൂത്ത സഹോദരനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഉത്തമ സുഹൃത്തിനെ പോലെ ആ മൂത്ത സഹോദരൻ പെരുമാറണമെന്നും മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കാരണം എപ്പോഴും പിന്നെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് ഏത് കാര്യങ്ങളും പറയാനുള്ള ഒരു സുഹൃത്തായിട്ട് വേണം മൂത്ത സഹോദരനെ കാണാനെന്നാണ്. ഉത്തമ സുഹൃത്തിനെ പോലെ ആയിരിക്കണമെന്നാണ് മൂത്ത സഹോദരൻ ആയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഒരു സഹോദരിയുടെ കഴിവുകളെ പറ്റി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ആദ്യത്തെ ഉത്തരവാദിത്വം ഈ സഹോദരനാണെന്നാണ് പറയുന്നത്. ഈ മൂത്ത സഹോദരന് അറിയാൻ പറ്റും. കാരണം പിന്നെ സ്കൂളിൽ കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ ബലിയെടുക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നൊരു മൂത്ത സഹോദരനായിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ പ്രാരാബ്ധത്തിനിടയിൽ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ മൂത്ത സഹോദരൻ വേണം സഹോദരിയുടെ കഴിവുകളെ മനസ്സിലാക്കി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. പിന്നെ ആ സഹോദരിക്ക് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് മൂല്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ സഹോദരൻ്റെ കടമകളിൽ പെടുന്നെന്നാണ് മനഃശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ എപ്പോഴും സമയം ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ, മോശപ്പെട്ട സമയം വരുന്ന സമയങ്ങളുമുണ്ട് ഒരു കുടുംബത്തിന്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ സഹോദരൻ വേണം എല്ലാവരും നല്ല രീതിയിൽ സഹായിച്ച്, ആ സഹോദരിക്കായാലും മറ്റ് കുടുംബത്തിന് നല്ല രീതിയിലുള്ള സഹായം കൊടുക്കേണ്ടതും മൂത്ത സഹോദരൻ്റെ ഒരു കടമയാണെന്നാണ് പറയുന്നത്. പിന്നെ തൻ്റെ അറിവുകളെല്ലാം സഹോദരിമാർക്കും പങ്കുവെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം മനസ്സിലാക്കുന്ന കാര്യങ്ങളെപ്പറ്റും, അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം, പെരുമാറ്റ രീതികൾ, ഇതെല്ലാം സഹോദരിക്ക് ഒരു പാഠം പുസ്തകം പോലെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് മനഃശാസ്ത്രത്തിലും പറയുന്നത്. അവർക്ക് അറിവുകൾ പങ്കുവെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഒരു മൂത്ത സഹോദരൻ അച്ഛന് തുല്യമാണെന്നാണ് എല്ലാ പുസ്തകങ്ങളിലും എല്ലാ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ കഴിഞ്ഞാൽ അടുത്ത ഇത് സഹോദരനാണ്, അല്ലെങ്കിൽ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ അച്ഛന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു അച്ഛൻ മകൾക്ക് ചെയ്യുന്ന എല്ലാ കടമകളും മൂത്ത സഹോദരൻ തൻ്റെ സഹോദരിക്ക് വേണ്ടി, ഇളയ സഹോദരിക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്, ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കുന്ന സ്വഭാവം ഈ സഹോദരന്മാർക്ക് കാണാൻ പാടില്ല. മൂത്ത സഹോദരനായാലും ഇളയ സഹോദരനായാലും ആരായാലും. കാരണം ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഈ സഹോദരിമാർക്ക് എന്നും ഒരു വിഷമമായിട്ട് മാറും. കാരണം അവർക്ക് വരുന്ന ഭർത്താക്കന്മാർക്കും ഒക്കെ ഈ ഒരു സ്വഭാവം ഉള്ള ആൾക്കാരുണ്ടല്ലോ. പണം ഉണ്ടെന്നും പറഞ്ഞ് ലഹരി ഉപയോഗിക്കുന്ന ഒരു ആളിനെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ സഹോദരിമാർക്കും ഈ ലഹരി ഉപയോഗിക്കുന്ന ഭർത്താക്കന്മാരെ ഒരിക്കലും ഇഷ്ടമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സഹോദരന്മാർ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും, അത് അങ്ങനെയുള്ളൊരു മാതൃകയായി, അതായത് ലഹരി ഉപയോഗിക്കാത്തൊരു മാതൃകയായിട്ട് ജീവിക്കണമെന്നും വിശ്വാസത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഒരു അച്ഛൻ ചെയ്യുന്ന എല്ലാ കടമകളും മൂത്ത സഹോദരനും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരു സഹോദരൻ ജീവിതത്തിലുള്ള സഹോദരിക്ക് ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. കാരണം ഇപ്പം സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ വിവാഹം കഴിക്കാവൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം സഹോദരിക്ക് വേണ്ടുന്ന എല്ലാ ഇതൊക്കെ ഒപ്പിച്ചു കൊടുത്തെങ്കിലേ ഒരു വിവാഹം നടക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സഹോദരൻ പോലും തൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ഈ സഹോദരൻ്റെ കടമയാണ് സഹോദരിയെ ഒരു നല്ല ഒരു പുരുഷൻ്റെ കയ്യിൽ വിവാഹം കഴിച്ച് കൊടുത്ത് അയക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അച്ഛനെ പോലെ തന്നെ, അച്ഛനുണ്ടെങ്കിലും ഇല്ലെങ്കിലും അച്ഛനെ പോലെ തന്നെ ഉത്തരവാദിത്വം മൂത്ത സഹോദരനും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഭാവിയിലേക്കുള്ള ജീവിതത്തിലേക്കുള്ള എല്ലാ സൗകര്യങ്ങളും കഴിയുന്നതും അത് റെഡിയാക്കി കൊടുക്കണം, ശരിയാക്കി കൊടുക്കണമെന്നും പറയുന്നുണ്ട്, ഭഗവത്ഗീത പറയുന്നുണ്ട്. അത് മാത്രമല്ല, സഹോദരിയെ സംരക്ഷിക്കേണ്ട കടമ, അതായത് വിവാഹം വരെ എങ്കിലും എല്ലാ കാര്യങ്ങളും സഹോദരിയുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കണം. അവരുടെ ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുകയും അവരുടെ ഭാവിയിൽ എന്തൊക്കെ ആവശ്യം വരും അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി എല്ലാം കൊടുത്ത് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഭഗവാൻ പറയുന്നത്, ഒരു മൂത്ത സഹോദരൻ സഹോദരിമാരെ തൻ്റെ മക്കളായി കരുതണമെന്നാണ്. അതിന് മുമ്പ് നേരത്തെ പറഞ്ഞായിരുന്നു, മൂത്ത സഹോദരനെ അച്ഛനായി കാണണമെന്ന്. അതുപോലെ തന്നെയാണ് തിരിച്ചും മൂത്ത സഹോദരൻ തൻ്റെ അനിയത്തിമാരെ അല്ലെങ്കിൽ സഹോദരിമാരെയൊക്കെ മക്കളായി തന്നെ കാണണമെന്നാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ ഒരു യോഗ്യനായ പുരുഷനെ, അതായത് ഈ ലഹരിയൊന്നും ഉപയോഗിക്കാത്ത നല്ല സൽസ്വഭാവിയായ സ്നേഹമുള്ള ഒരു പുരുഷനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഈ മൂത്ത സഹോദരനും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാനൊക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഒരു ധർമ്മമാണ്, മൂത്ത സഹോദരൻ്റെ ധർമ്മമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 3 രീതിയിൽ ഒരു സഹോദരൻ പെരുമാറണമെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. 3 അല്ല 6 രീതിയുണ്ട്. അപ്പോൾ ആദ്യം സഹോദരൻ സഹോദരിയെ ബഹുമാനിക്കണം. അതൊരു 6 കാര്യത്തിൽ ഒന്നാമത്തെ അതാണ്, സഹോദരൻ സഹോദരിയെയും ബഹുമാനിക്കണം. കാരണം തന്നോട് എത്തിയാൽ താനെ വിളിക്കാവൂ എന്ന് ചൊല്ലുണ്ടല്ലോ. അതുപോലെ സഹോദരി അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരിയും സഹോദരൻ ബഹുമാനിക്കുകയും ഒരു പറയുന്ന വാക്കുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വേണം പെരുമാറാൻ. പിന്നെ അതുപോലെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു വീടിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതും മൂത്ത സഹോദരൻ്റെ ഒരു കടമയായിട്ടാണ് കാണുന്നത്. പിന്നെ നല്ല രീതിയിലുള്ള ഭാഷയിൽ നിന്നാണ് പറയുന്നത്, നല്ല രീതിയിലുള്ള ഭാഷയിൽ വേണം സഹോദരൻ സഹോദരിയോട് സംസാരിക്കാൻ കൂടെ. പിന്നെ അക്രമ സ്വഭാവം ഒരിക്കലും കാണിക്കാൻ പാടില്ല. ചിലർ ഈ മദ്യപാനം അല്ലെങ്കിൽ പോലും മുൻകോപികളുണ്ടല്ലോ, അവർ സഹോദരിയോടും അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ മുൻകോപത്തോടുകൂടി സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് അക്രമവാസന ഒരിക്കലും കാണിക്കാൻ പാടില്ല ഈ മൂത്ത സഹോദരൻ. പിന്നെ ശരിയായ കാര്യങ്ങൾ മാത്രമേ ഒരു സഹോദരൻ ചെയ്യാവൂ എന്നും പറയുന്നുണ്ട്. അതായത് തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ, സമൂഹം അംഗീകരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഒരു സഹോദരൻ ചെയ്യാവൂ. എങ്കിലെല്ലാം ഒരു മാതൃക എന്ന് പറയാൻ പറ്റും, നല്ല മാതൃക. പിന്നെ വഴക്കുണ്ടായാൽ പോലും സഹോദരിമാരെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം അഥവാ ഒരു സഹോദരി ഇച്ചിരി മുൻകോപിയാണെങ്കിൽ പോലും ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും ആ മൂത്ത സഹോദരൻ നല്ല ക്ഷമയോടെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നല്ല രീതിയിൽ അവരുമായിട്ട് സംസാരിച്ച് പിരിയാവും എന്നാണ് അർത്ഥം. വഴക്കുണ്ടായാലും മൂത്ത സഹോദരൻ്റെ ഉത്തരവാദിത്വമാണ് ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.